നയമാറ്റമാണ് ഇതിനെ ഇപ്പോൾ മൂന്നാം ഭരണത്തിലേക്കുള്ള ഉറപ്പിച്ച മട്ടിലാണ് ആൻഡോ സാർ ഉണ്ണിസാറും ഒക്കെ സംസാരിച്ചത്. ഞാൻ കാണുന്നത് ഇതിനെ ഒരു അതിജീവന ബദലായിട്ടാണ്. കാരണം ഇത്തവണ പിടിച്ചു നിന്നേ പറ്റൂ, മൂന്നാം ഭരണത്തിലേക്ക് പിടിച്ചു നിന്നേ പറ്റൂ. അതിന് കൈവശമുള്ള വോട്ടുകളുടെ ഒരു ഡ്രെയിനേജ് ഓഫ് വോട്ട്സ് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്. വോട്ട് ചോർച്ച തടയുക എന്നതാണ് CPIMന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി അവരുടെ മുന്നിലുള്ളത്. കാരണം പാർട്ടി തന്നെ ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിലടക്കം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നത്. നേരത്തെ പറഞ്ഞു പോകുന്നത് പോലെ കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ വോട്ട് ചോർന്നത്, അങ്ങനെയാണ് തൃശ്ശൂരിൽ BJP ജയിച്ചത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ എടുത്തു കാട്ടാനായി സാങ്കേതികമായി സുനിൽകുമാറിന് കിട്ടിയ വോട്ടുകളിൽ കൂടുതലുണ്ട് എന്ന് പറയുമ്പോഴും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ CPIMന്റെ വോട്ട് കൃത്യമായി പല പല പോക്കറ്റുകളിൽ നിന്ന് ഉറച്ചു നിന്നിരുന്ന വോട്ടുകൾ ചിതറിപ്പോയിട്ടുണ്ട് എന്നത് CPIMന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവർ അത് പുറത്തേക്ക് എത്ര കണ്ട് സമ്മതിക്കുമെന്നറിയില്ല. പക്ഷേ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് CPIMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എന്നുള്ളത് ആറ്റിങ്ങൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വളരെ വ്യക്തമാണ്. ആലപ്പുഴയിൽ അടക്കം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനേക്കാൾ CPIM പോക്കറ്റ്സിലേക്കാണ് കൃത്യമായി BJP ഇൻറോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നു. ഒരു അതിജീവനം എന്ന് പറയുന്നത് ഒരു സർവൈവൽ മോഡൽ കോവിഡ് കാലത്ത് പ്രളയകാലത്ത് ഒക്കെ ഉണ്ടാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ മൂന്നാം ടൈമിനായി ശ്രമിക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ അവർക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരണോ അതോ CPIMന് തുടർഭരണമാണോ എളുപ്പമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക CPIMന് തുടർഭരണമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ എളുപ്പമെന്നാണ്. അതിന് ഞാൻ ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം. ഇവിടെ ഇപ്പോൾ ഈ നയരേഖയിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വികസനമാണ്. വികസന കാഴ്ചപ്പാടിലാണ് നയരേഖയിൽ പ്രധാനമായും മാറ്റം വരുത്തുന്നത്. അതായത് സംസ്ഥാനത്തേക്ക് വികസനം കൊണ്ടുവരിക, ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വൻകിട വ്യവസായങ്ങളെ അടക്കം ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റമടക്കം ഈ ബദലിലുണ്ട് എന്നതാണ് നമുക്കതിനെ പൂർണ്ണരൂപം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വൻകിട സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായിട്ടുള്ള ഒരു പുതുവഴി നയരേഖയാണ് ഇത് എന്നതാണ് അവിടെ നടന്ന ഈ നയരേഖയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വൻകിട നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുൻപ് കണ്ട ഒരു നയമാറ്റം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അത് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലാണ്. അതിൽ നേതാക്കളൊക്കെ പരസ്യമായി പറഞ്ഞ പ്രതികരണം എന്താണ്? ഇത് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നമ്മളിത് ചെയ്തില്ലെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നിർബന്ധിതമായി ഇത് കൊണ്ടുവരും, അപ്പോൾ പിന്നെ നമുക്ക് ആ കാലത്തിനൊപ്പം പോയേ സാധ്യമാകൂ. അതാണ് ഞാൻ പറഞ്ഞ അതിജീവന ബദൽ. അതായത് കേന്ദ്ര സഹായം മുടങ്ങുന്നു എന്നുള്ള പല്ലവി അതുമാത്രം പാടിയിരുന്നത് കൊണ്ട് ഇനി കേരളത്തിൽ കാര്യമില്ല. കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണം, അതായത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുകയെങ്കിലും ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്തായാലും ഇടതുപക്ഷത്തിന്, CPIMന്, സർക്കാരിന് ചെയ്തേ മതിയാകൂ. അതിനായിട്ടുള്ളൊരു മാറ്റം ഉറപ്പായും ഉണ്ടാകും. ആ മാറ്റം എന്താണ് എന്ന് അണികളെ, അനുഭാവികളെയൊക്കെ കൺവിൻസ് ചെയ്യുന്നതിനായി ചർച്ചകളിലേക്കാണ്, ഗ്രൂപ്പ് ചർച്ചകളായാലും ഇപ്പോൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ ഊന്നിലുള്ള ചർച്ചകളിലായാലും അണികളെ കൂടുതൽ കൺവിൻസ് ചെയ്യുക. നമ്മൾ ഈ മാറ്റം എന്തിനാണ്, മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആ മാറ്റം എന്തിനാണ് എന്നുകൂടി പറയണമല്ലോ. നയം മാറി അല്ലെങ്കിൽ പാർട്ടി പരമ്പരാഗതമായി തുടർന്നു വന്ന ശൈലികളിൽ നിന്ന് മാറി എന്ന് മാധ്യമങ്ങളോ അല്ലെങ്കിൽ എതിർ പാർട്ടികളോ പ്രചരിപ്പിക്കുന്നതിനപ്പുറം സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിക്ക് തന്നെ സാധിക്കണം. CPIM അത് കാലാകാലങ്ങളായി ചെയ്തു വന്നിട്ടുണ്ട്. അത് ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നവകേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് നവകേരള സദസ്സാണല്ലോ. നവകേരള സദസ്സും ഇതുപോലെയുള്ള ഒരു നോവൽ അറ്റംപ്റ്റ് ആയിരുന്നു. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചല്ല, നവകേരള സദസ്സ് എന്ന പരിപാടിയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ണിസാറിന് നവകേരള സദസ്സ് എന്ന് കേട്ടപ്പോഴേ ചിരി വരുന്നു. അപ്പോൾ നവകേരള സദസ്സും ഇതുപോലെയുള്ള ഒരു നോവൽ അറ്റംപ്റ്റ് ആയിരുന്നു. കേരളം മുഴുവൻ ഒരു മന്ത്രിസഭ മുഴുവൻ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നടന്ന രക്ഷാപ്രവർത്തനമടക്കം നമ്മൾ കാര്യങ്ങൾ വിമർശിക്കുമ്പോഴും അതും ഒരു പരീക്ഷണമായിരുന്നു, ഈ സർക്കാരിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഇന്ന് ഇതുവരെ കേരളത്തിൽ മറ്റൊരു സർക്കാരും ചെയ്യാത്ത ഒരു പരീക്ഷണമായിരുന്നു. അത് നവകേരള സദസ്സ് എന്നാണ് അതിന് പേരിട്ടത്. അതായത് നവകേരളത്തിനായിട്ടുള്ള ഒരു ബദൽ രൂപീകരിക്കുന്നതിന്, നവകേരളം സൃഷ്ടിക്കുന്നതിന് മുൻപായി നാട്ടിലുള്ള ജനങ്ങളുടെയൊക്കെ പരാതികളൊക്കെ കൃത്യമായി പരിഹരിക്കുന്നതിന്, അതിന് വേഗത്തിലുള്ള പരിഹാരം ഉറപ്പാക്കുന്നതിന് അതൊക്കെയായിരുന്നു അന്ന് ലക്ഷ്യമിട്ടത്. അതിൻ്റെ പൂർത്തീകരണം പാതി വഴി പോലും എത്തിയില്ല എന്നത് ഒരു വസ്തുതയാണ്. എങ്കിൽ പോലും ആ ഒരു പരിശ്രമത്തെ നമ്മൾ മാനിക്കണമല്ലോ. ഒരു പരിശ്രമം നടത്തി നോക്കി. അതുപോലെ ഇപ്പോൾ ഈ നവകേരള നയരേഖയിലൂടെ കൂടുതൽ വികസന സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങൾ കൂടുതലായി വരുമ്പോഴാണല്ലോ സംസ്ഥാനം മെച്ചപ്പെടുക. അപ്പോൾ സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ അടക്കം മെച്ചപ്പെടുത്താൻ കഴിയുന്ന, പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന വൻകിട കമ്പനികളെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദാനി, അംബാനിയൊക്കെ ഇനി ഉണ്ണിസാറിനൊക്കെ വിമർശിക്കാൻ പറ്റുമോ? കാരണം ഇടത് സർക്കാരൊക്കെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നു കഴിയുമ്പോൾ ഇടത് സർക്കാരിൻ്റെ സ്വന്തം അദാനിയും അംബാനിയും ആകുമല്ലോ. മോദിയുടെ മാത്രമല്ലാതാകും, പിണറായി വിജയൻ്റെയും അദാനിയും അംബാനിയും ഒക്കെയായി മാറും. അപ്പോൾ ആ രീതിയിൽ വൻകിട കമ്പനികൾ അല്ലെങ്കിൽ വൻകിട ഗ്രൂപ്പുകളൊക്കെ കേരളത്തിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു നയരേഖയാണെങ്കിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യണം. എന്തിനാണ് കേരളം മാത്രം പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? വികസനം വരട്ടെ, നമ്മുടെ നാടും പുരോഗമിക്കട്ടെ. അതെ, നമ്മുടെ നാടും പുരോഗമിക്കട്ടെ. എന്തായാലും വിഴിഞ്ഞത്തൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ കേരളം മുഴുവനുള്ള പദ്ധതികളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്വാധീനമൊക്കെ വരുന്നത്
കൊണ്ടുവരുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ FDI അടക്കം കൊണ്ടുവരുന്നതിനെ പറ്റി അതിനൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കേണ്ടതില്ല, കാലത്തിനൊപ്പം ഓടുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എന്തായാലും ഈ നമ്മുടെ ജെൻസി കഴിഞ്ഞ ജെൻ ആൽഫയിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. 2010 ശേഷമുള്ള കുട്ടികളെ ജെൻ ആൽഫ എന്നാണ് പറയുന്നത്. അപ്പോൾ ജെൻ ആൽഫയാണ് ഇനി ഇടതുപക്ഷത്തേക്ക് വരേണ്ട പുതിയ വോട്ടേഴ്സ്. ആ വോട്ടേഴ്സിന് കൂടി ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ട്, നമ്മൾ നാട് കടന്ന് വിദേശത്തേക്ക് പോകേണ്ടവരില്ല, നാട്ടിൽ നിന്നാലും നമുക്ക് രക്ഷപ്പെടാം എന്ന ഒരു തോന്നൽ പുതിയ വോട്ടർമാരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതും CPI-ന് വേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു മധ്യവയസ്സിലേക്ക് എത്തിയവർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ് CPI-ന്റെ കേഡർ വോട്ടായി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി താഴേക്കുള്ള വോട്ടേഴ്സിൽ നിന്നാണ് BJP-യിലേക്കായാലും കുറേയൊക്കെ കോൺഗ്രസിലേക്കായാലും ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ വോട്ടേഴ്സിനെ, അതുപോലെ തന്നെ ഇനി വോട്ടവകാശം കിട്ടാൻ പോകുന്ന, ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ 18 പൂർത്തിയായ കുട്ടികളടക്കമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആകർഷിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട്, നമ്മുടെ നാടും പുരോഗമിക്കുന്നുണ്ട്, ഇവിടെയും വികസനമുണ്ട്, ഇതത്ര മോശം സ്ഥലമല്ല, ഇവിടെ തന്നെ നമുക്ക് ജോലി ചെയ്ത് തുടരാം, അങ്ങനെയൊക്കെയുള്ള തൊഴിലവസരങ്ങളടക്കം ഇവിടെ സൃഷ്ടിക്കപ്പെടണം, വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാകണം. സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും ആ ടേക്ക് തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യമുള്ള യൂണിവേഴ്സിറ്റീസ് വന്നാലല്ലേ ഇവിടെ കുട്ടികൾ നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പുറത്തേക്ക് പോകും. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകൾ ഇതുപോലെ വിദേശ സർവകലാശാലകളടക്കം വന്ന് നല്ല രീതിയിൽ അധ്യയനം നടത്തുന്നുണ്ട്. അവിടെ പോയി പഠിക്കാമെന്ന് കുട്ടികൾ തീരുമാനിക്കുന്നത് പോലെ. അപ്പോൾ വ്യവസായ യൂണിറ്റുകളടക്കം ഇവിടേക്ക് കൂടുതൽ വരിക എന്നതാണ്. ഇനി ഈ സംഘടനാ രീതികളിലെ മാറ്റം, അത് സംബന്ധിച്ചുള്ള സൂചന പ്രവർത്തന റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു തുറന്ന വിമർശനമായി നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞുപോയ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൽ ഈ സഹകരണ ബാങ്ക് ക്രമക്കേടും ഇടം പിടിച്ചിട്ടുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിൽ സഹകരണ ബാങ്ക് ക്രമക്കേടും ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കരുവന്നൂർ അടക്കമുള്ള ക്രമക്കേടുകളുടെ പശ്ചാത്തലം, അതുപോലെ വായ്പ എടുത്തിട്ട് സഖാക്കൾ തിരിച്ചടയ്ക്കാത്തത് വലിയ രീതിയിൽ ബാങ്കുകളെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതൊക്കെ ഒരു സ്വയം വിമർശനമായിട്ടാണ് കാണേണ്ടത്. കോടികളുടെ ബാധ്യതയെപ്പറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാണ് ഞാൻ നമ്മുടെ കൊല്ലം സമ്മേളന റിപ്പോർട്ടേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പ്രൗഢി, ആ മുഖ്യമന്ത്രിയുടെ പ്രൗഢി എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പ്രൗഢി എന്നത് തന്നെയാണ് ഇനി അങ്ങോട്ട് മൂന്നാം ടേമിലേക്ക് ലക്ഷ്യമിട്ട് പോകുമ്പോൾ CPI-നുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ ഇസ് ദ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 2018 തൃശ്ശൂർ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രൗഢിയോടെ ആദ്യം പിണറായി വിജയൻ എത്തുന്നത്. 2022 എറണാകുളത്തും വരുന്നു. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി 3 വട്ടം മുഖ്യമന്ത്രിയുടെ പ്രൗഢിയോടെ സംസ്ഥാന സമ്മേളനം അറ്റൻഡ് ചെയ്യുകയാണ് പിണറായി വിജയൻ. സോ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. ഈ സമ്മേളനത്തിലും പിണറായി വിജയൻ തന്നെ അവതരിപ്പിക്കുന്ന നയരേഖ, ആ നയരേഖയിൽ ഊന്നിയുള്ള ചർച്ചകൾ, പിണറായി വിജയന്റെ മൂന്നാം ടേം, പിണറായി 3.0 എന്നതിനെ സെൻറ്റർ ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അതിന്റെ കൾമിനേഷൻ നമുക്ക് 9th കാണാനും സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ സർക്കാർ വന്നാൽ ഉണ്ടാകേണ്ട കേരള ബദൽ, അതാണ് ഈ നയരേഖയിൽ തുടങ്ങി ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതിലിപ്പോൾ കോൺഗ്രസിനെതിരായ, സംഘപരിവാറിനെതിരായ വിമർശനങ്ങൾ 2 ദിവസമായി എഴുതിയ ലേഖനം, അത് ഈ സമ്മേളന കാലത്ത് പ്രസിദ്ധീകരിക്കുന്നതും ഇതിനൊക്കെയുള്ള ഒരു തുടക്കമിടൽ കൂടിയാണ്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ചർച്ചയായി ഇത് എത്തണം. അപ്പോൾ ഈ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ ബദൽ രൂപീകരിക്കാൻ പോകുന്നത്, പിണറായി 3.0 എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന ഒരു പ്രതീതി മാധ്യമങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്, സ്വന്തം അണികൾക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, പ്രതികരണങ്ങളിലൂടെ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. പ്രതികരിച്ച എല്ലാ മന്ത്രിമാരും അടുത്ത സർക്കാർ ഇതാ വരുന്നു എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ മൂന്നാം ബദലിനായിട്ടുള്ള ഒരു നയരേഖയാണ് എന്തായാലും, അല്ലെങ്കിൽ മൂന്നാം സർക്കാരിനായിട്ടുള്ള ഒരു നയരേഖ തന്നെയാണ് എന്തായാലും അവതരിപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഇനി അങ്ങോട്ട് കളത്തിലിറങ്ങി പണിയെടുക്കുന്നത് പോലെയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നയം മാറുകയാണ്. ആ മാറ്റത്തിൽ നമ്മൾ കുറ്റം പറയേണ്ടതില്ല, എന്തിനും ഏതിനും കുറ്റം പറയേണ്ടതില്ല. ആ നയം മാറ്റം കൊണ്ട് സംസ്ഥാനത്തിന് നല്ലതാണെങ്കിൽ നയം മാറട്ടെ. ഒരു പാർട്ടി എന്നാൽ ഒരേ നയത്തിൽ ഒരുപാട് കാലം തുടരുക എന്ന് പറയുന്നത് CPI-ന് നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കുന്ന ഒന്നല്ല. അപ്പോൾ അവർ മാറുകയാണെങ്കിൽ മാറ്റിക്കോട്ടെ. Meet the editors.